സഹോദരങ്ങളെ, ആകാശഭൂമികളുടെ മുഴുവൻ സൃഷ്ടാവായ ഖാലിഖായ റാസിഖായ മുദബ്ബിറായ ഒരു റബ്ബുണ്ടായിരിക്കെ പിന്നെ എന്തിനാണ് മനുഷ്യരിലേക്ക് അഭയം തേടുന്നത്? അതും ജീവിച്ചിരിക്കുന്നവരോട് പോലുമല്ല, മരിച്ചവരോട്. ജീവിച്ചിരിക്കുന്ന സകല കഴിവുകളും നഷ്ടപ്പെട്ടവരാണല്ലോ നമ്മൾ മരിച്ചു എന്ന് പറയാ. എന്നിട്ട് ഈ മരണപ്പെട്ടവരോട് പോയി അവരുടെ കബറിങ്ങൾ ചെന്ന് അവരുടെ മഖാമുകളിൽ ചെന്നുകൊണ്ട് സങ്കടങ്ങൾ പറഞ്ഞ് സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുന്ന മനുഷ്യന്റെ മനോനില എന്താണെന്ന് ചിന്തിച്ചു. ഒറ്റ കാര്യം ഏറ്റവും സുപ്രധാനമായി നമ്മൾ അറിഞ്ഞാൽ മതി. പ്രാർത്ഥനകളും ഇബാദത്തുകളും എല്ലാം അള്ളാഹുവിന് മാത്രമാണ് കൊടുക്കേണ്ടത്. അല്ലേ ഇയ്യാക നഅ്ബുദു പഠിപ്പിച്ചത്? വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ സർക്കുലർ അല്ലല്ലോ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കും, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നെ ആരാധിക്കുന്നതിൽ അഹങ്കാരം കാണിക്കുന്ന ആളുകളെ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. ഈ പെറ്റമ്മൽ അങ്ങാടിയിലെ ഏതെങ്കിലും ഒരു മനുഷ്യനോട് ഞാൻ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുക, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവല്ലാത്ത വ്യക്തികളെ, ശക്തികളെ, കേന്ദ്രങ്ങളെ അഭയമാക്കുന്ന ശീലം, അതിനുവേണ്ടി സിയാറത്ത് ടൂറുകൾ, അതിനുവേണ്ടി പണം കൊടുത്തയക്കുന്നവർ, അതിനുവേണ്ടി ഏതെങ്കിലും നിലക്കുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാന്റെ ഖുർആൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വമൻ അളല്ലു, ഏറ്റവും വഴിപിഴച്ചവനാരുണ്ട്? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അല്ലാഹുവിനെ കൂടാതെ മറ്റാരെയെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ. അല്ലാഹുവിനെ കൂടാതെ മറ്റാരെയെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട്? ആരുമില്ല. അവരാണ് പിഴച്ചവർ. ആരാണ്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യാത്ത ആൾക്കാരെ നിങ്ങൾ എന്തിനാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഈ കാര്യം പറയാൻ നമുക്ക് കഴിയുന്നത്? നമ്മളൊരു പ്രാമാണികമായ അടിത്തറയിൽ ജീവിക്കുന്നവരാണ്. ഒന്ന്, അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ അമ്പിയാക്കന്മാരുടെ സകല പ്രാർത്ഥനകളും അള്ളാഹിനോടാണ്. നമ്മളോട് എന്താ പറഞ്ഞ്? അമ്പിയാക്കന്മാരുടെ മാർഗം സ്വീകരിക്കാനല്ലേ പറഞ്ഞത്? അമ്പിയാക്കന്മാരെല്ലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ചവരാണ്. അമ്പിയാക്കന്മാർ ഒരാളുടെ ഹക്ക് കാണു ബർക്കത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖുർആനിലില്ല, ഹദീസിലില്ല. രണ്ട്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഉടനീളം പഠിപ്പിച്ച രാവിലെ മുതൽ രാത്രി വരെ രോഗിനെ സന്ദർശിക്കുമ്പോൾ, ജനാസയുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ കയറുമ്പോൾ, ടോയ്ലറ്റ് കയറുമ്പോൾ സകല പ്രാർത്ഥനകളും അള്ളാഹുവിനോട്. മൂന്ന്, ഔലിയാക്കന്മാരായി പഠിപ്പിച്ച അസ്ഹാബുൽ കഹ്ഫ് അടക്കമുള്ളവർ, ബദരീങ്ങൾ അടക്കമുള്ളവർ അവരുടെ പ്രതിസന്ധിയിൽ ഗുഹാവാസികൾ ഗുഹയിൽ അകപ്പെട്ടപ്പോൾ ആരോടാ പ്രാർത്ഥിച്ചത്? റബ്ബനാ അതിനാ മിൻ ലദുൻക റഹ്മ. ഔലിയാക്കന്മാരുടെ നേതാക്കന്മാരാ. എല്ലാ വെള്ളിയാഴ്ച ഓതിക്കൊണ്ടിരുന്ന സൂറത്തിലാ പറഞ്ഞത്, ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്ക് കാരുണ്യം തായോ, ഞങ്ങളതിൽ നിന്ന് രക്ഷപ്പെടുത്ത്. ബദരീങ്ങൾ ആരോടാ പ്രാർത്ഥിച്ചത്? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. അവർക്ക് ബദരീങ്ങളില്ല, അവർക്ക് സലാത്തില്ല, അവർക്ക് ദിക്റില്ല, പ്രാർത്ഥനയില്ല. മരിച്ചാലും മയ്യത്ത് കൊണ്ടുപോകുമ്പോ നിലമ്പൂരിന്ന് തേക്ക് കട്ടുകൊണ്ടോണ പോലെ മുണ്ടാതെ കൊണ്ടുപോവുകയാണ്. ഞാൻ പറയട്ടെ, അള്ളാന്റെ ദീനൊരു കാര്യം പഠിപ്പിച്ചു തരാം, നമുക്ക് അതാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ? അള്ളാഹു ഒരു ഹുദ വ്യക്തമാക്കി തന്നിട്ട് ആരെങ്കിലും റസൂലിന് എതിരായി നിന്നാൽ അവൻ തിരിഞ്ഞു പോകുന്ന മാർഗത്തിലേക്ക് അവനെ തിരിച്ചങ്ങ് വിടും. വനുസ്ലിഹി ജഹന്നം, നരകത്തിലേക്കിട്ട് വെന്ത് കരിക്കുന്നതാണ്. സൂറത്തുൻ നിസാ പഠിപ്പിക്കുക ആ നരകം എത്ര മോശമാണ്. 4, അമ്പിയാക്കന്മാരുടെ ജീവ ചരിത്രം കഴിഞ്ഞാലും ഇനി നമുക്ക് ജീവിതത്തിൽ പഠിക്കാം. അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹു വല്ലാത്ത ആരോട് പ്രാർത്ഥിച്ചാലും ഇന്നല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും, അവരൊക്കെ നിങ്ങളെപ്പോലത്തെ അടിമകളാണ്. ഉറങ്ങും, നടക്കും, ഇരിക്കും, മരിക്കും. പിന്നെ എന്തിന് നിങ്ങൾ മറ്റൊരാളെ വിളിച്ച് പ്രാർത്ഥിക്കണം? 5, അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും ശക്തികളെ വിളിച്ച് സഹായം തേടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ കാരണം കൊണ്ട് നമ്മൾ ശിർക്കിലകപ്പെട്ടു. ശിർക്ക് ചെയ്താൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവല്ലാത്തവർക്ക് ആരാധന കൊടുത്ത് ശിർക്ക് ചെയ്താൽ നിന്റെ സകല ഇബാദത്തുകളും പൊളിക്കപ്പെടും. നബിമാരോട് പോലുള്ള കൽപ്പന.
പിന്നെ നമുക്കില്ലേ ബാധകം? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ശിർക്ക് ചെയ്താൽ അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കൂല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്തതൊക്കെ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുടുംബക്കാരെ, നമ്മളോട് നമ്മുടെ പ്രവാചകന്റെ ചരിത്രം എടുത്ത് പഠിപ്പിക്കുകയാണ്. ആ സഫാ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് കുടുംബങ്ങളെ വിളിച്ചിട്ട് താക്കീത് കൊടുക്കണം. വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നബിയെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാർക്ക് താക്കീത് കൊടുക്കണം. അള്ളാഹിനെ മാത്രം ആരാധിച്ച് ജീവിച്ച സ്വർഗം കിട്ടും. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ തടസ്സം നിന്ന് വൈമുഖ്യം കാണിച്ചാൽ നിങ്ങൾക്ക് നരകമുണ്ടെന്ന താക്കീത് കൊടുക്കണം. എല്ലാവരും വിളിച്ചു വരുത്തിയില്ലേ? സഫാക്കുന്നിന്റെ മോളെന്ന് പറഞ്ഞില്ലേ? അബൂലഹബ് എഴുന്നേറ്റ് സംസാരിച്ചില്ലേ? തബ്ബല്ലക യാ മുഹമ്മദ് എന്ന് സംസാരിച്ചില്ലേ? നമ്മുടെ ദൗത്യമാണ് നമ്മുടെ കുടുംബത്തിന് താക്കീത് കൊടുക്കണം. ലുഖ്മാനുൽ ഹക്കീം, മഹാവിജ്ഞാനിയായ ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ സൂറത്ത് ലുഖ്മാനിൽ പേരെടുത്ത് പറഞ്ഞുവല്ലോ. തന്റെ മകനെ വിളിച്ചു ഉപദേശിച്ചവരാണ് ആ മഹാൻ. എന്താ ഉപദേശിച്ചത്? യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്. എത്ര വാപ്പാരുണ്ട് ഇത് പറയാൻ പറ്റിയ? എത്ര വാപ്പമാരുണ്ട്? മോനെ, നീ എവിടെ പഠിച്ചാലും ഏത് ജോലിക്ക് കയറിയാലും ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് ചെയ്യല്ലേ. യാ ബുനയ്യ, പൊന്നു മോനെ, ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കല്ലേ. ഒരു ശിർക്കും നിന്റെ ജീവിതത്തിൽ വരല്ലേ. ഏലസ് ശിർക്കാണ്, തമീമത്തുകൾ ശിർക്കാണെന്ന് പഠിപ്പിച്ചല്ലോ. അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനകൾ ശിർക്കാണെന്ന് പഠിപ്പിച്ചല്ലോ. അല്ലാഹു അല്ലാത്തവർക്ക് ബലികർമ്മങ്ങൾ നടത്തുന്നവരും ഇന്ന് കൂടിക്കൂടി വരികയാണ്. പക്ഷെ ഈ ഉപദേശത്തിന്റെ അവസാനം പറഞ്ഞ വാക്കുണ്ട്, ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് മഹാപാപമാണ്. സഹാബത്തിന്റെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങൾ 7 മഹാപാപങ്ങൾ ഒഴിവാക്കണം. സഹാബത്ത് ചോദിച്ചു, ഏതാണ് നബിയെ 7 മഹാപാപങ്ങൾ? ആദ്യം എണ്ണി, അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. കൊലപാതകത്തെക്കാൾ, വ്യഭിചാരത്തെക്കാൾ, മോഷണത്തെക്കാൾ, മദ്യപാനത്തെക്കാൾ കടുത്ത പാപമാണ് അല്ലാഹുവിനോടുള്ള നന്ദികേടിന്റെ ശിർക്ക് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ സമൂഹം എവിടെ എത്തി? ഞാൻ ആവശ്യം അവിടെ പതുക്കെ അവസാനിപ്പിക്കാം. നമ്മുടെ സമൂഹം പള്ളികളിൽ നിന്ന് ലഭിക്കേണ്ടുന്ന മെസ്സേജ് എന്താണ്? ഈ പ്രമാണങ്ങളാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിനോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. അതേ പള്ളിയിൽ ഇപ്പൊ കേരളത്തിന്റെ പലയിടത്തും പ്രഭാത മൗലിദ്, ഏത് വൈകുന്നേരം മൗലിദല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നാട്ടു മൗലിദ്, പ്രഭാത മൗലിദ്. എന്നിട്ട് പള്ളിയിൽ പോയിട്ട് ചില യാത്രകളിലൊക്കെ പോയി നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ. എങ്ങാനും മഗ്‌രിബിക്കൊക്കെ എത്തിപ്പെട്ടാല് അവിടെ ആ പള്ളി ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. അവിടെ എത്തിപ്പെട്ടാൽ അവിടെ നിന്ന് നിസ്കരിച്ച് കിട്ടണമെങ്കിൽ ടെങ്ങറിന്റെ അംശം. എന്ത് കാരണം? മൗലൂദ് ഉണ്ട്, വലിയ മൈക്കിലിട്ട് പുറത്തേക്കിട്ട് കൊടുക്കുക അള്ളാന്റെ പള്ളിയിൽ. എന്നിട്ട് എന്താ പാടുന്നത്? എന്താ പാടുന്നത്? അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക കാദ ഹസൻതു ദന്നി യാ ബശീറു യാ നദീറു. ഒരുപാട് കാലം നമ്മളൊക്കെ ചൊല്ലിയിട്ടുണ്ടാവും. നബിയെ, അങ്ങയുടെ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു, എനിക്ക് പാപങ്ങൾ പുറത്തു തരണേ, മാപ്പ് നൽകണേ. നമ്മൾ എന്തെത്ര നേരം സംസാരിച്ച് അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യും. ഇവിടെ എന്താ നടന്നത്? നബിയെ, അങ്ങയുടെ അടിമയാണ് ഞാൻ, എനിക്ക് പുറത്തു തരണേ. കുറ്റമില്ല, ഒരുപാട് തെറ്റ് ചെയ്തു പോയി. പണ്ടൊരു റാലി കൂടെ പോകുമ്പോൾ 10 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 30-40 ദിവസം പള്ളിയിൽ ഇരുന്ന് കുട്ടികളെ കൊണ്ടും മക്കളെ കൊണ്ടും ഇരുന്ന് ചെല്ലിപ്പിക്കാൻ. 10 ആളെ പള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ മൈക്കിൽ വെച്ചത് പുറത്തൊക്കെ ഒന്ന് കേൾപ്പിച്ചെങ്കിലേ സമാധാനമുള്ളൂ. ഞാൻ ഒരുപാട് പാപം ചെയ്തു പോയി നബിയെ, അങ്ങനെക്ക് മാപ്പ് തരണം നബിയെ. അർത്ഥരത്തെ കുറെ ആൾക്കാർ ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി, അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. നബിദിനവുമായി ബന്ധപ്പെട്ട സംവാദങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ പരിസരത്ത് വരികയാണ്. ഒരുപാട് മുഖാമുഖമൊക്കെ നടന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പഠിക്കണം, ഇനിയും പഠിക്കണം. ഇസ്ലാം വിലക്കവ, ഇസ്ലാം പാടില്ലെന്ന് പറഞ്ഞ പലതും ഇസ്ലാമിന്റെ പേരിൽ വരവ് വെക്കേണ്ടി വന്നു. ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ മുതിർന്ന പ്രായമുള്ള പെൺകുട്ടികളുടെ ഡാൻസ് വരെ യൂട്യൂബിലുണ്ട്. നിഷേധിക്കുമോ? കൊടുന്നരാം. 2ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലല്ല, 8ലും 10ലും 12ലും പഠിക്കുന്ന പെൺകുട്ടികൾ നടുറോട്ടിലിട്ട് കളിച്ച കോൽക്കളികൾ യൂട്യൂബിലുണ്ട്. പ്രിയപ്പെട്ടവരെ, കളിച്ചു പറവേ നാട്ടിലെ മുഴുവൻ കാണിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ കാണാൻ. അതിനു പുറമെ ചില പ്രദേശങ്ങളിലൊക്കെ DJ പാർട്ടി പോലെ ഭയങ്കരമായ പാട്ടും കൂത്തായിരുന്നു.
എന്നിട്ട് അവർക്കിടയിൽ തന്നെ നബിദിനവാദികൾക്കിടയിൽ നിന്ന് തന്നെ ചില ഉസ്താദ്മാരൊക്കെ വന്നു, ഇതെന്ത് നബിദിനാണ്, ഇങ്ങനെയൊക്കെ ആഘോഷിക്കാൻ പറ്റൂ, എന്ത് ആകെ കോലം കിട്ടൂ, എന്ത് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയൂല. കുട്ടികൾ തിരിഞ്ഞു ചോദിക്കും, അല്ല ഉസ്താദ് ഇത് നബി സ്നേഹല്ലേ, നമുക്ക് ഇങ്ങനെയൊക്കെ വേണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടിയാ പറയാ? കുടുങ്ങി കിടക്കുക. പലതും എതിർത്ത് നോക്കുന്നുണ്ട്. അവരെ കൂട്ടത്തിൽ തന്നെ എത്രയോ വ്ളോഗർമാർ വന്നല്ലോ രംഗത്ത്, എതിർത്ത്. ഇത്തരത്തിലുള്ള പേക്കൂത്തൊന്നും ആവശ്യമില്ല, നമുക്കൊരു പാട്ടൊക്കെ പാടി അങ്ങനെ പോയാ പോരെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കയ്യിന്ന് പോയി. ഇപ്പൊ പൂർവ്വ വിദ്യാർത്ഥികളാണ് നടത്തുന്നത്. എന്തെല്ലാം വഴി തടഞ്ഞ ആ ദിവസം പല യാത്രകൾ ഉണ്ടായിരുന്നു. എത്ര സ്ഥലത്ത് വണ്ടി കൊണ്ടുപോയിടേണ്ടി വന്നു. ഇന്ന് ഞങ്ങളെ ദിവസമാണെന്ന് പറഞ്ഞു. ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നപ്പോ അവിടുത്തെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആളുകളാണ് നബിദിനത്തിന് പായസം കൊടുക്കുന്നത്. എന്തിനാണ്? ഇനി ശ്രീകൃഷ്ണ ജയന്തി നബിദിനക്കാർ പായസം കൊടുക്കണം. എന്താകും ഇതിന്റെ അർത്ഥം എന്ന് വായിച്ചു നോക്കിട്ടോ. ഇത് രണ്ടും തമ്മിലുള്ള അർത്ഥം എവിടേക്കാ പോണെന്ന് ആലോചിച്ചു. ഞാൻ ആ വിഷയത്തിലേക്ക് ഒന്നല്ല പോണത്, നമുക്കെന്ത് പറ്റി എന്ന് ചിന്തിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രവാചകൻ പഠിപ്പിച്ച ആശയത്തിന് റബീഉൽ അവ്വലിൽ നബിനോട് പ്രാർത്ഥിക്കുക, റമദാനിൽ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുക. റമദാൻ 17 അന്ന് നല്ല ഇറച്ചി തിന്നിട്ട് കടന്നുറങ്ങി കിടക്കണം മനുഷ്യന്മാര് പകല് മുഴുവൻ ബദരീങ്ങളെ ബറകത്തിനാൽ തുണയാക്കണം യാ റബ്ബനാ. എന്തിനാ ബദരീങ്ങൾ പോരാടിയത്? അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അതിന്റെ പേരില യുദ്ധം. എന്നിട്ട് അവസാനം നാട്ടുകാർ, കേരളക്കാരെന്താ ചെയ്യണത്? ബദരീങ്ങളുടെ പേരും പറഞ്ഞ് അറുത്ത് തിന്ന് കടന്നുറങ്ങുക, എന്നിട്ട് ബദരീങ്ങളോട് പ്രാർത്ഥിക്കുക. ഇനിയിപ്പോ റബീഉൽ ആഖിർ തുടങ്ങിയില്ലേ? 40 ദിവസമാണ് പരിപാടി. 40 ദിവസം. റബീഉൽ അവ്വലിലെ 30ഉം ഈ റബീഉൽ ആഖിറിലെ 10ഉം. ഒരു സംശയം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കും. നബിദിനം ആഘോഷിക്കുന്നത് ജന്മദിനമായിട്ടാണ്. ഓക്കെ, ക്ലിയർ ആണ്. നബിതങ്ങളുടെ മരണം റബീഉൽ അവ്വലിലാണല്ലോ, നിങ്ങൾ എന്താ ആണ്ട് ആഘോഷിക്കാത്തത്? സമസ്തയുടെ കലണ്ടറിൽ ഇല്ല. അപ്പൊ അവരുണ്ടാക്കിയതാണ്. ജീലാനിയുടെ ജന്മദിനം റമദാനിലാ വരുന്നത്. മുണ്ടൂല. ആരാ എന്താ കിട്ട തിന്നാനും കൂടി കിട്ടൂല. അതുകൊണ്ട് ജീലാനിയുടെ ജന്മദിനം മുണ്ടേ ചെയ്യൂല. ജീലാനി മരിച്ചത് എപ്പോഴാ? റബീഉൽ ആഖിറിലാണ്. അപ്പൊ റബീഉൽ അവ്വൽ കഴിഞ്ഞതിന്റെ ക്ഷീണം മാറ്റണം. അപ്പൊ റബീഉൽ ആഖിറിൽ ആണ്ട് കൊടുന്നു. ആരുടെ ആണ്ടാ? ജീലാനിയുടെ ആണ്ട്. അവർ തീരുമാനിക്കും ആരത് നടത്തണം, എന്ത് നടത്തണം, ആരത് എങ്ങനെ ആഘോഷിക്കണം എന്ന് തീരുമാനിക്കും. ഇനി പള്ളിയിൽ നിന്ന് എന്താ നമ്മൾ കേൾക്കാൻ പോണത്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽബാകാമെന്നോവർ. പള്ളിന്ന് വന്നൽ മസാജിദ ലില്ലാഹ് എന്ന് പഠിപ്പിച്ച ആ ആയത്തിന്റെ അഹ്ലുകാരായ നമ്മളെ പള്ളിന്റെ ഉള്ളിൽ നിന്ന് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ മുഹിയുദ്ദീൻ ഷെയ്ഖ് നമ്മുടെ കൽബ് കാണും. എന്തിനാ ബേജാറാകുന്നത്? നിങ്ങൾ പ്രാർത്ഥിച്ചോളി. എന്നിട്ട് പറഞ്ഞു, ആയിരം തവണ ലൈറ്റ് ഓഫ് ആക്കി 12 റക്അത്ത് നിസ്കരിച്ചിട്ട് ഖുതുബിയ്യത്ത് ഓതിയിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 1000 തവണ യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചാൽ ശൈഖ് ഉത്തരം നൽകുമെന്നാ വിശ്വസിക്കുന്നത്. മുഹിയുദ്ദീൻ ഷെയ്ഖ് എഴുതിയ പുസ്തകത്തിൽ ഫത്ഹുർ റബ്ബാനിയിൽ ഫുതൂഹുൽ ഗൈബിൽ കൃത്യമായി കൊണ്ട് ഷെയ്ഖ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിന്റെ ഏത് ഘട്ടത്തിലും അള്ളാഹനെ തവക്കുല, നിന്റെ പ്രതിസന്ധികളിൽ അള്ളാഹിനോട് സഹായം തേടണം. ശരിക്കും മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ എഴുതിയ കിതാബ് നമ്മുടെ പള്ളിയിൽ നിന്ന് പഠിപ്പിക്കാൻ ധൈര്യമുള്ളവർ ആരാളുള്ളത്? ഒരംശയിലില്ല. ആ മനുഷ്യനെ കുറിച്ച് കെട്ടുകഥകൾ പറയാൻ പാടില്ലാത്തത് വരെ പറഞ്ഞു പഠിപ്പിച്ചു. 40 വട്ടം ഒരു രാത്രി ജനാബത്ത് കുളിച്ചവരാണ്. ഇതൊക്കെ ഇങ്ങനെ പള്ളിയിൽ നിന്ന് പാട്ടായിട്ട് ഇങ്ങനെ പാടിക്കൊടുക്കുക. നമ്മൾ ജനാബത്ത് ഉണ്ടായതൊക്കെ ഇങ്ങനെ വലിയ മഹത്വമായിട്ട് പാടി നടക്കുന്ന ആൾക്കാരാ. പിന്നെ എങ്ങനെ മുഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റി പറയുന്നത്? ഇനി റിഫായ് ഷെയ്ഖിന്റെ ആണ്ട് വന്നാലോ കുത്തറാത്തിബ് ഉണ്ടാവുക. ആ ചെറിയ കാര്യമില്ല, അത് ചെറിയതൊന്നും നിൽക്കൂല. കുത്തറാത്തിബാണ്. അതിന് പ്രത്യേക ടീം ഇറങ്ങിയിട്ട് ആകെ മറിച്ചിട്ടിട്ട് ശരീരത്തിൽ മുറിവേൽപ്പിച്ചിട്ട് യാ ഷെയ്ഖ് എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ച് സഹായിച്ചിട്ട് മുഹീദ്ദീൻ ഷെയ്ഖ് വന്നിട്ട് ആ മുറി മാറ്റി കൊടുക്കുന്ന വിശ്വസിക്കുന്ന അന്ധക്കേടുകൾ ബാധിച്ച കാലഘട്ടങ്ങൾ എത്ര പരിഷ്കരിക്കപ്പെട്ടാലും, എത്ര ദീന് ലഭിച്ചാലും, എത്ര പ്രമാണം കൊടുത്താലും ഞാനൊന്നും കേൾക്കൂല, ഞാൻ അങ്ങനെ പഴയ പോവുള്ളൂ എന്ന് പറയുന്നവരോട് നാളെ നരകത്തിന്റെ കവാടത്തിൽ നിന്ന് മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നരകക്കാരെ, അലം യഅതികും നദീർ, നിങ്ങൾക്ക് ഇതൊന്നും ആരും പറഞ്ഞു തന്നില്ലേ? നിങ്ങൾക്ക് താക്കീത് വന്നില്ലേ? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ, ശരിയാണ്, ഞങ്ങൾക്ക് താക്കീത് വന്നിരുന്നു, ഉപദേശങ്ങളൊക്കെ വന്നിരുന്നു. ഫകദ്ദബ്നാ, ഞങ്ങൾ അതൊക്കെ നിഷേധിച്ചു. ഇതൊക്കെ മുജാഹിദീങ്ങൾ പറയുന്നത്, ഇതൊക്കെ പുത്തൻവാദികൾ ഉണ്ടാക്കുന്നത്, അത് വഹാബികളാണ്,
എന്നൊക്കെ പറയാ. പിന്നെ വഹാബിനോട് കണ്ടാ മുണ്ടരുത്, ചിരിക്കരുത്, സലാം പറഞ്ഞ് രക്ഷപ്പെട്ടല്ലോ. പിന്നെ ഒന്നും പഠിക്കണ്ട. കണ്ടാ മുണ്ടൂല, നോക്കൂല, ചിരിക്കൂല, കേൾക്കൂല. ഞങ്ങൾ കേൾക്കുന്ന സമയത്ത് ഖദിജാന നദീർ ഞങ്ങൾക്കൊക്കെ വന്നതാണ്. ഫകദ്ദബനാ, ഞങ്ങൾ അതൊക്കെ നിഷേധിച്ചു. ഞങ്ങൾ പറഞ്ഞു മാ നസ്സലല്ലാഹ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ലാഹ് ഇറക്കി തന്നിട്ടില്ല, നിങ്ങൾ പിഴച്ചവരാണ് എന്ന് ഞങ്ങൾ പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ചില ആളുകൾ പരലോകത്ത് വരും. അവർ വന്നിട്ട് അവർ നേതാക്കന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, റബ്ബേ ഞങ്ങളെ നരകത്തിലിടല്ലേ, ഞങ്ങളെ ഈ കോലത്തിൽ പിഴപ്പിച്ച് നശിപ്പിച്ചത് ആരാന്നറിയുമോ? ഞങ്ങളുടെ സയ്യിദന്മാര്, നേതാക്കന്മാര് ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് പിഴപ്പിച്ചതാണ്. ഞങ്ങൾ ആ മാർഗം തെറ്റി ജീവിച്ചു പോയതാണ്. ഞങ്ങൾ കുറ്റക്കാരല്ല, അവര് പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചു പോയവരാണ്. ഇനി എന്താ ചെയ്യാ? റബ്ബനാ ആതിഹിം ദഅഫൈനി മിനൽ അദാബ്, റബ്ബേ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ. വൽഅൻഹും ലഅനൻ കബീറാ, വലിയ ശാപം അവർക്ക് കൊടുക്കണേ അല്ലാഹ്. ഇന്ന് ബഹുമാനിച്ച് ആദരിച്ചവരെ നാളെ തിരിച്ചു കുത്തിയിട്ട് നിങ്ങൾ കാരണം കൊണ്ടാണ് ഞങ്ങൾ പിഴക്കപ്പെട്ടത് എന്ന് പറഞ്ഞ് നേതാക്കന്മാർക്കെതിരെ ശാപം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം വരും. ചിലർ നരകത്തിന്റെ മുമ്പിൽ വരും. അവർ നേരെ ചൂണ്ടിക്കാണിച്ചിട്ട് ചങ്ങാതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ഈ ചങ്ങാതി കാരണമാണ് ഞാൻ ഈ അവസ്ഥയിൽ എത്തിയത്. എല്ലാവരും ശ്രദ്ധിച്ചു. ചങ്ങായി പോണടത്തേക്ക് ഇങ്ങനെ പോണ് നടന്ന് ഓൻ പറയണതൊക്കെ കൊണ്ടു നടന്നാല് ഹക്കുണ്ടോ ബാത്തിലുണ്ടെന്ന് പഠിക്കാതെ പോയാൽ, യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല, അല്ലാഹുവേ ഞാൻ വലിയ നാശത്തിൽ പെട്ടിരിക്കുന്നു, എന്റെ കഷ്ടകാലമേ, ഈ ചങ്ങാതിയെ ഞാൻ എന്റെ കൂട്ടുകാരനായി സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേ. കയ്യുന്നു പോയി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ പരലോകം രക്ഷപ്പെടണം. ലോകത്ത് വന്ന അമ്പിയാക്കന്മാരുടെ മുഖ്യ സംസാരം തൗഹീദായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 13 കൊല്ലം ആത്യന്തികമായി പഠിപ്പിച്ചത് തൗഹീദായിരുന്നു, ആഖിറമായിരുന്നു, റിസാലത്തായിരുന്നു. തൗഹീദിന്റെ ഭാഗം ഞാൻ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 2 ആഖിറമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പരലോകമുണ്ട്. ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ പരിശോധിക്കപ്പെടുന്ന ഒരു നാൾ വരാനുണ്ട്. ഇവിടെ ജീവിച്ചവരെല്ലാം മരിക്കും. മരിച്ചതിന് ശേഷം മറ്റൊരു ലോകത്ത് ജീവിക്കേണ്ടി വരും. ഇത് പഠിപ്പിക്കാനാണ് 13 കൊല്ലത്തെ ആദ്യത്തെ മക്ക ജീവിത കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂറത്ത് വായിച്ചു നോക്ക്. അടക്കമുള്ള ചെറിയ സൂറത്തുകളിലും വലിയ സൂറത്തുകളിലും മക്കി സൂറത്തുകൾ മുഴുവൻ പരലോകബോധം ഊട്ടി ഉറപ്പിക്കുകയാണ്. പരലോകബോധം ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു പ്രവാചകന്റെ ദൗത്യം. എന്താണ് ഈ പരലോകം? മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കും, സംശയമില്ല. ലോകത്ത് ഈ ഉമ്മത്തിന് ആയുസ്സുണ്ട്. എത്ര കൊല്ലം ഉണ്ടാകും? 60 70 വയസ്സിന്റെ ഇടയിലാണ് ഈ ഉമ്മത്തിന്റെ ആയുസ്. നമ്മളെ കുറിച്ചാണ് പറയുന്നത്. 50 കഴിഞ്ഞോ ആയുസ് കൂട്ടിക്കോ, 30 കഴിഞ്ഞോ പകുതി കഴിഞ്ഞുട്ടോ. ആയുസിന്റെ പുസ്തകത്തിൽ വളരെ കുറഞ്ഞ നാളുകളാണ് ഒരു മനുഷ്യനുള്ളത്. പക്ഷേ അവസാനത്തെ ഉമ്മത്ത് എന്റെ ഉമ്മത്താണ്. വല്ലവ്വലൂന ഫിൽ ആഖിറ, നാളെ പരലോകത്ത് ആദ്യം എഴുന്നേൽപ്പിക്കപ്പെടുന്നത് നമ്മളെയാണ്. മരിക്കുമെന്ന് മാത്രമല്ല, മരിച്ചാൽ ഒരു ജീവിതമുണ്ടെന്ന് സൂറത്തുൽ ഫാത്തിഹ മാത്രം ഉറപ്പെടുത്തി. മാലികി യൗമിദ്ദീൻ. വേറെ സുഹൃത്തും പഠിക്കാത്തവനും പരലോകം വേണമെന്നുള്ള ബോധ്യത്തിനാണ് പഠിപ്പിക്കാൻ. ഇവിടെ നന്മ ചെയ്തവന് നന്മയുടെ പ്രതിഫലം കിട്ടണം, ഇവിടെ തിന്മ ചെയ്തവന് തിന്മയുടേതായതെല്ലാം കിട്ടണം. ഇതിവിടെ കിട്ടുന്നുണ്ടോ? ഫലസ്തീനിലെ പ്രിയപ്പെട്ടവരായ നമ്മുടെ സഹോദരങ്ങൾ എന്തിനെ നിരപരാധികളായ പിഞ്ചോമന മക്കളെ തുരുതുരാ കൊന്ന് നശിപ്പിക്കുകയാണ് ഇസ്രയേൽ എന്ന സിയോണിസ്റ്റ് യഹൂദികൾ. എന്തു ന്യായമാണ് ഈ ജനിസൈഡിനെ, ഈ വംശഹത്യയെ ന്യായീകരിക്കാൻ എന്തിനാണ് ന്യായം കാണുന്നത്? പിഞ്ചോമനമായ മക്കളെ, പ്രിയപ്പെട്ടവരെ ചികിത്സ കിട്ടാതെ, മുലപ്പാല് കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ കൊന്നുകളയുകയാണ്. എന്തൊരു ക്രൂരതയാ ചെയ്യുന്നത്! അവർക്ക് ന്യായമായ ഒരു ശിക്ഷ ലഭിക്കുന്ന ലോകം വേണ്ടേ? ദുനിയാവിൽ എത്രയെത്ര രാജ്യങ്ങളാണ് അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ എത്രയെത്ര ചാനലുകാരാണ്, എത്ര വ്യൂവേഴ്സാണ് ഇസ്രയേലിനു വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കുകയാണ്. ഞാൻ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയല്ല പ്രിയപ്പെട്ടവരെ. ഇത്രയും ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊല്ലുന്നവർക്ക് ഈ നാട്ടിൽ എന്ത് ശിക്ഷ കൊടുക്കാൻ കഴിയും?
അല്ലാഹു ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ആശ്വാസം നൽകുമാറാകട്ടെ, സമാധാനത്തിന്റെ നാളുകൾ നൽകുമാറാകട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ അല്ലാഹുവേ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് തഹജ്ജുദിന്റെ വേളയിൽ വരെ നമുക്കൊരു വിപത്ത് ബാധിച്ചതുപോലെ പൊട്ടിക്കരഞ്ഞ റബ്ബിലേക്ക് നമ്മൾ പ്രായം. അതായിരിക്കും നമ്മുടെ സ്റ്റാറ്റസ് വീഡിയോകളെക്കാൾ നമുക്ക് ആവശ്യം നമ്മുടെ മനമുരുകിയ തേടുന്ന പ്രാർത്ഥന. ഇസ്രായേലിന്റെ പ്രൊഡക്റ്റുകളോട് നമുക്കൊരു നീരസം ഉണ്ടാവണം, അതും വേണം അതിന്റെ കൂടെ. അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്കും പ്രതിഷേധങ്ങൾ പലതും ഇവിടെ നടക്കുന്നുണ്ട്. ആ പ്രതിഷേധങ്ങൾ നമ്മളും അതിന്റെ പങ്കാളികളാണ്. സഹോദരങ്ങളെ, ഈ ലോകത്ത് മനുഷ്യർ ചെയ്യുന്ന എല്ലാ നന്മക്കും തക്കതായ കൂലി തരാൻ പറ്റുമോ? നോമ്പുകാരന് എന്താ കൊടുക്കാൻ പറ്റുക? ഇത്രയും രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നവർക്ക് എന്താ കൊടുക്കാൻ പറ്റുക? നീണ്ട വർഷങ്ങൾ 40-45 വർഷം ഭർത്താവിനെ പരിചരിച്ച് കിടപ്പിലായ രോഗിനെ നോക്കിയ ആൾക്കാരുണ്ട്. എന്താണ് അവർക്ക് കൊടുക്കാൻ പറ്റുക? എത്രയോ യതീമുകളെ സഹായിച്ചവരുണ്ട്, എത്രയോ ആളുകൾക്ക് രക്തം കൊടുത്തവരുണ്ട്, എത്രയോ മനുഷ്യർക്ക് ജീവൻ പകർന്നു കൊടുത്ത ഒരുപാട് ചാരിറ്റി ചെയ്തവരുണ്ട്. എന്താണ് അവർക്ക് കൊടുക്കാൻ പറ്റുക? അല്ലാഹു തആല പറയാണ്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നിട്ട് എല്ലാവരെയും എഴുന്നേൽപ്പിക്കുന്നതാണ്. ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്ന, അന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ ഫഖദ് ഫാസ, അവൻ വിജയിച്ചിരിക്കുന്നു. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവ് ഒരു വഞ്ചനയുടെ വിഭവമാണ്. പൂർണ്ണമായ പ്രതിഫലം അവിടെ പരലോകത്താണ്. നേടുന്ന ദിനം പരലോകത്താണ്. വജസാഹും ബിമാ സബറൂ ജന്നതൻ വഹരീറാ, ദുനിയാവിലെ പ്രയാസങ്ങളിൽ വിഷമങ്ങളിൽ ക്ഷമിച്ചവരെ നിങ്ങൾക്കുള്ള പ്രതിഫലം ഇതാ, സ്വർഗം നിങ്ങളെ കാത്തിരിക്കുന്നു. എന്താ കൊടുക്കാൻ കഴിയാ? ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചവരെ അവരെ വിളിച്ചു പറയും, സലാമുൻ അലൈക്കും ത്വിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ, നിങ്ങൾ ഒരുപാട് നന്മ ചെയ്തവരാണ്, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ട്, ഫദ്ഖുലുഹാ ഖാലിദീൻ, നിങ്ങൾ ശാശ്വതരായി നശിക്കാത്ത ഈ സ്വർഗം അനുഭവിച്ചോളൂ. ഇത് വേണ്ടേ? ഇങ്ങനെ ലോകം വേണ്ടേ? വേണം. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മരണമുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ കഴിയണം. ഏത് സമയത്തും ഈ നാട്ടിൽ നിന്ന് നമ്മൾ പടിയിറങ്ങേണ്ടി വരും. മഹല്ലിലെ ഖബർസ്ഥാനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. വിശാലമായ വീട്ടിൽ കിടന്നിറങ്ങിയിരുന്ന മനുഷ്യരെ 6 അടി മണ്ണിലേക്ക് മാറ്റുകയാണ്. തരം നോക്കി നല്ല മോഡലും ഡിസൈനുമുള്ള വസ്ത്രം നോക്കി നടന്നിരുന്നവരെ കഫൻ പുടവയിലേക്ക് മാറ്റുകയാണ്. നല്ല വിലപിടിപ്പുള്ള വാഹനങ്ങൾ തരം നോക്കി നടന്ന് അതിന്റെ മൈലേജും അതിന്റെ പവറും ഒക്കെ നോക്കി നടന്നവരെ 6 കാലുള്ള മയ്യത്ത് കട്ടിലിലേക്ക്, വാഹനത്തിലേക്ക് നിന്നെ കയറ്റി വിടുകയാണ്. ആ പള്ളിക്കാട്ടിൽ കബറടക്കി 3 പടി മണ്ണ് വാരിയിട്ട് നമ്മളെല്ലാവരും തിരിച്ചു പോരും. മയ്യത്ത് മാത്രം അവിടെ ബാക്കിയാകും. കുടുംബങ്ങൾ, ബന്ധുക്കൾ, പ്രാസ്ഥാനികർ, നേതാക്കന്മാരെല്ലാവരും തിരിച്ചു പോരും. അവിടെ ബാക്കിയാകുന്നത് അമലുഹു, അവന്റെ പ്രവർത്തനങ്ങളാണ്. അതിലുണ്ടാവണതൊക്കെ, അതിൽ സ്വതക്ക ഉണ്ടാവണം, അതിൽ നമസ്കാരം ഉണ്ടാവണം, സുന്നത്ത് നോമ്പുകൾ ഉണ്ടാവണം, പുഞ്ചിരിച്ചതുണ്ടാവണം, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തതുണ്ടാവണം, മയ്യത്ത് കുളിപ്പിച്ചതുണ്ടാവണം. നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും അവിടെയാണ് പിന്നെ അവന് തേടുന്നത്. അവിടുന്ന് നീണ്ടു കിടക്കുന്ന വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅതൂൻ, പിന്നീട് എന്നാണോ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നത് അതുവരേക്കും അവൻ ഖബറിലാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വഫാത്ത് കഴിഞ്ഞ് 5000 മേലെ കൊല്ലം കഴിഞ്ഞിട്ടോ, മരണം കഴിഞ്ഞിട്ട് ഇപ്പോഴും ബർസഖിലാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12 വഫാത്തായി. ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു. അവസാനം ആ സ്ഥലത്ത് ഖബർ വെച്ച് അവിടെ മറവ് ചെയ്തു. 1400-ലേറെ കൊല്ലം കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ബർസഖിലാണ് നമ്മുടെ പ്രിയപ്പെട്ട വല്ലിപ്പാന്റെ വല്ലിപ്പമാരൊക്കെ എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞു പോയി. അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ഈ നാളിൽ ഈ ഖബർ മുതലുള്ള പരലോകം മുതൽ അവിടുന്ന് മഹ്ശർ മുതൽ പിന്നീട് സ്വർഗനരകം തീരുമാനിക്കുന്ന അവസാനത്തെ വീട്, ഇവിടെയെല്ലാം നമ്മൾ ചിലരെങ്കിലും ഇതിലൊക്കെ ഒന്ന് വിശ്വസിക്കാൻ ഒരു പ്രയാസമുണ്ടെങ്കിൽ വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തിൽ യഖീനുള്ളവരായി മാറണം നമ്മൾ. പരലോകമുണ്ട് എന്ന് സംശയിക്കുന്നവരെ, ആകാശത്തുനിന്ന് മഴ പെയ്താൽ ചെടികൾ മുളച്ചു പൊന്തുന്നില്ലേ? വറ്റി വരണ്ട മണ്ണ് നന്നായി ചെടികൾ തെളുത്ത് പെയ്യുന്നില്ലേ? ഇതേപോലെ ആകാശത്തുനിന്നൊരു മഴ പെയ്യുന്നു, ഭൂമിയിൽ നിന്ന് ചീരച്ചെടികൾ മുളച്ചു പൊന്തുന്ന പോലെ മനുഷ്യരെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അല്ലാഹു കൊണ്ടുവരും. ഫഇദാഹും മിനൽ അജ്ദാതി ഇലാ റബ്ബിഹിം യൻസിലൂൻ. യാസീൻ സൂറത്താണ്. അതിന്റെ അർത്ഥം പഠിച്ചിട്ടുണ്ടോ?
ഖബറിനകത്ത് നിന്ന് പുറത്തേക്ക് മനുഷ്യരെ കൊണ്ടുവരുന്ന ഒരു ദിവസം വരാനുണ്ട്. ഈ ഖുർആൻ, ഈ യാസീൻ എവിടെ ഓതാനുള്ളതാണ്, ആർക്ക് പഠിപ്പിക്കാൻ? അതും ആ സൂറത്തിൽ പറയുന്നുണ്ട്. ലിയുൻദിറ മൻ കാന ഹയ്യ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ഈ ഖുർആൻ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് താക്കീത് കൊടുക്കാനുള്ളതാണ്. മരിച്ചോടത്ത് പോയി ഓതി കൊടുക്കാനുള്ളതല്ല. ആ മനുഷ്യൻ വെള്ളിയാഴ്ച ജുമുഅക്ക് വന്നിരുന്നു. ആ മനുഷ്യൻ 30 കൊല്ലം 50 കൊല്ലം പള്ളിയിൽ വന്നിട്ട് ഒന്നും പഠിച്ചില്ല. എന്തേ? അയാൾക്കറിയാത്ത ഭാഷയിലാണ് ഉസ്താദ് എന്തൊക്കെയോ പാടി. ചില പള്ളികളിൽ ചെന്നിരുന്നാൽ അവർ വന്ന് ഒരാഴ്ചത്തേക്കുള്ള ഡിലീറ്റ് ആക്കാനുള്ളതൊക്കെ ഷെയർ ചെയ്യാനൊക്കെ വെള്ളിയാഴ്ച ജുമാക്ക് പോയിട്ടാ ചെയ്യാം. എന്തേ? വേറെ ഒന്നും അവർക്ക് തിരിയണില്ല. അങ്ങനെ വന്നിരിക്കും. നിസ്കാരം കഴിഞ്ഞ ഒരു പോകും. ഒരു ഉപദേശം ജുമുഅ എന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് വെറുതെ വന്ന് കൂടിയിരിക്കൽ മാത്രമാണ് എന്ന് വിചാരിച്ചവരോട് സുഹൃത്തുക്കളെ, ഖുതുബ ജനങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശം അള്ളാന്റെ ഉത്ബോധനത്തിലേക്ക് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയിലാണ് ഖുതുബ നടത്തിയത്. അത് തന്നെയാണ് മലയാളത്തിൽ ഖുതുബ നടത്താൻ നമ്മുടെ കാരണം നബി തങ്ങൾ അറബിയിൽ തന്റെ നാട്ടിലെ ഭാഷയിൽ സംസാരിച്ചു. മലയാളികളായ നമ്മൾ നമ്മുടെ നാട്ടിലെ ഭാഷയിൽ സംസാരിച്ചാൽ ജനങ്ങൾക്ക് മനസ്സിലാവും. സിഗരറ്റ് വലിക്കാരൻ എപ്പോഴാ സിഗരറ്റ് വലി നിർത്തുക? അത് കേൾക്കണം, ഇത് ഹറാമാണ്. പലിശക്കാരൻ എപ്പോഴാ പലിശ ഒഴിവാക്കുക? അയാൾക്കത് പള്ളിയിൽ നിന്ന് ഇങ്ങനെ കേൾക്കാൻ കഴിയണം. കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം എവിടുന്നാ കൊടുക്കുക? ഖുതുബകളിലൂടെ കൊടുക്കാൻ കഴിയണം. അങ്ങനെ ജനങ്ങൾക്ക് അവരുടെ ദീന് കൊടുക്കാനുള്ള വേദിയാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന, സൂറത്തുൽ ജുമുഅയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിവുണ്ടാവേണ്ടവരാണ് നമ്മളെന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഈ പരലോകത്ത് മനുഷ്യനെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഖബറിലകത്തേക്ക് ഇറക്കി വെക്കുന്ന, നോക്ക് നിങ്ങൾ, മരണവുമായി ബന്ധപ്പെട്ട ഏത് കാര്യം ഇസ്ലാം പഠിപ്പിച്ചു തന്നോ? ഇത് ദീനാണോ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ ദീനിതാ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഈ ദീനിലുള്ളതാണ് നമ്മൾ ഏത് കല്യാണമാകട്ടെ, മരണ വീടാവട്ടെ, ജനന വീടാവട്ടെ, ഏതിലും നമ്മുടെ മാതൃക സുന്നത്തായിരിക്കണം. എന്താ സുന്നത്ത്? അസുന്നതു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ചര്യയായി പഠിപ്പിച്ചതാണ് സുന്നത്ത്. മാ ജാഅനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറയാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സുന്നത്ത് വരിക എന്ന് പറഞ്ഞാൽ നബി പഠിപ്പിച്ചതായിരിക്കും. മിൻ അഖ്വാലിഹി, വാക്കാവട്ടെ, വഅഫാലിഹി, പ്രവർത്തനങ്ങളാവട്ടെ, വതഖരീരിഹി, നബി തങ്ങൾ സമ്മതിച്ചതാവട്ടെ, വമാ ഹമ്മ ബിഫഇലിഹി, നബി ചെയ്യണമെന്ന് വിചാരിച്ച കാര്യമാകട്ടെ, അതൊക്കെ സുന്നത്തിന്റെ പരിധിയിൽ വരും. അപ്പൊ നമ്മുടെ മരണ വീടുകളോ സുന്നത്തായി വരണം. അതെങ്ങനെയാ സുന്നത്തായി മാറൽ? ബിദ്അത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സുന്നത്തിലേക്ക് നമ്മൾ കടന്നു വന്നെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അല്ല എങ്കിൽ ബിദ്അത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ വഇയ്യാകും വമുഹദസാത്തിൽ ഉമൂർ, മതത്തിൽ ഉണ്ടാക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളെ ശ്രദ്ധിച്ചോളൂ. ഫഇന്ന കുല്ല മുഹദസത്തിൻ ബിദ്അ, അതെല്ലാം ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, ബിദ്അത്തുകളെല്ലാം വഴികേടിലാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, അവ നരകത്തിലേക്ക് എത്തിക്കുന്നതാണ്. നാളെ ഹൗദുൽ കൗസറിന്റെ വെള്ളം കുടിക്കാൻ എത്തുന്ന ചില മനുഷ്യരെ സുഹഖൻ സുഹഖൻ ലിമൻ ഗയ്യറ ബഅദി, ദൂരേക്ക് ഒഴിഞ്ഞു പോ തരൂല. എന്താ കാരണം? ദീനിൽ ഇല്ലാത്തത് ദീനിന്റെ പേരിൽ കൊണ്ടുവന്നവരാണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നമസ്കാരമാവട്ടെ, നബി എന്താ പഠിപ്പിച്ചത്? നിങ്ങളൊക്കെ തോന്നിയതുപോലെ അങ്ങ് നോക്കി നിസ്കരിച്ചോളിന്നാണോ? സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ചതുപോലെ നമസ്കരിക്കണം. ഇത് ഹദീസിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഹജ്ജിന് പോയി നബി തങ്ങൾ എന്താ പറഞ്ഞത്? അതൊക്കെ എല്ലാവരും സൗകര്യം പോലെ ചെയ്തോളിന്നാണോ? അല്ല. ഖുദൂവന്നീ മനാസികക്കും, നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം. എന്നിൽ നിന്ന് പഠിക്കണം ഹജ്ജിന്റെ കർമ്മങ്ങൾ. എന്തിനാ അവിടുന്ന് പഠിക്കുന്നത്? നബി തങ്ങളാണത് കൃത്യമായി വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നത്. അതേപോലെയാണ് നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ കാണാം, പ്രിയപ്പെട്ടവരുടെ ബന്ധുവീടുകളിൽ നടക്കുന്ന മരണങ്ങളിൽ എന്തെല്ലാമാണ് ചെയ്തു കൂട്ടുന്നത്. അവിടെ മയ്യത്ത് നമസ്കരിക്കാൻ ഒരു പ്രത്യേക സൗകര്യം ഉണ്ടാവും. ആരെങ്കിലും ഒന്ന് കുളിപ്പിച്ച് കടത്തിയാൽ വരുന്ന നേരം വഴുകി വേറെങ്കിലും വേഗം പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിസ്കരിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അവിടെ വരുന്ന ആളുകൾക്ക് ശരിയാവണ്ണത്തിൽ എല്ലാവരെയും ജനാസയിൽ പങ്കെടുപ്പിക്കാനും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തർത്തീബാക്കേണ്ടതിന് പകരം വരുന്നവർ ഒച്ചത്തിൽ ബഹളത്തിൽ അവിടെ എന്തൊക്കെയോ വരുന്നവർ ഓതുന്നു, എന്തൊക്കെയോ അവർക്ക് പറയുന്നിട്ട് പറയും യാസീനല്ലേ, സൂറത്തല്ലേ, ഖുർആനല്ലേ. ഈ ന്യായമാണ് സഹോദരങ്ങളെ. നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ കൈകെട്ടി, എന്നിട്ട് നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ഫാത്തിഹക്ക് പകരം നമ്മൾ 100 സ്വലാത്ത് ചൊല്ലി. അപ്പൊ നമ്മൾ എന്താ പറയാ? അതെന്താ ഇപ്പൊ എതിർക്കേണ്ട ആവശ്യം? സ്വലാത്ത് ചെല്ലില്ലെന്ന് പറയോ? പറയില്ല. നമ്മൾ എന്താ പറയാ? അത് നബി സ്വലാത്തല്ലല്ലോ പഠിപ്പിച്ച്, അവിടെ ഫാത്തിഹയാണല്ലോ പഠിപ്പിച്ച്. ശരിയാണ്. അതേപോലെ ദീനിന്റെ ഏത് കാര്യത്തിലും നബി ഒരു കാര്യം പഠിപ്പിച്ചെന്നുണ്ടാവുമല്ലോ. ശരി, ചെറുതൊന്ന് പരിശോധിച്ച് നോക്കാം. മഹാരഥന്മാരായ പണ്ഡിതന്മാര് പറയാണ്, മരണ വീടുകളിൽ വെച്ചുകൊണ്ട് ജനങ്ങൾ
ആ മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതി കൊടുക്കുന്നു. എന്നിട്ട് ഓതിയ സൂറത്ത് ഹദിയ ചെയ്തുകൊണ്ടിരിക്കുന്നു. അഹ്ലുസുന്നയുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭരായ ആളുകൾ അതാ വിശദീകരിച്ച് പറയുന്നുണ്ട്. വമിൻ ഹാദിഹിൽ കരീമ സൂറത്തുൻ നജ്മിന്റെ 39ാമത്തെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്തംബത ശാഫിഈ റഹിമഹുല്ലാഹ് ഇമാം ശാഫിഈ തങ്ങൾ പറയുന്നു, നമ്മളൊന്നല്ല, ഇമാം ശാഫിഈ തങ്ങൾ പറയുന്നു, വമനിത്തബഅഹു അന്നൽ ഖിറാഅ, ആരെങ്കിലും മരണ വീട്ടിൽ മയ്യിത്തിന് വേണ്ടി ഖുർആൻ ഓതി ചര്യയാക്കിയാൽ ലാ യസിലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗത, അതിന്റെ പ്രതിഫലം മയ്യിത്തിന് നേടിയെടുക്കാൻ കഴിയൂല. അവിടെ പോയി ഇരുന്നു ഒരാള്, അയാൾക്ക് ഇനി അരമണിക്കൂർ മയ്യിത്ത് എടുക്കാനുണ്ട്, അയാൾക്ക് അവിടെ നിന്ന് ഫാത്തിഹ ഓതേണ്ടി വന്നു, കുറച്ച് ഫാത്തിഹ ഓതാം, സൂറത്തുകൾ ഓതാം, അയാൾക്ക് കൂലി കിട്ടാൻ ദിക്റുകൾ ചൊല്ലാം, സ്വലാത്തുകൾ ചൊല്ലാം, മരണത്തെ കുറിച്ച് ഓർത്ത് ഒരുപാട് ഇസ്തിഗ്ഫാർ നടത്താം. ഇതൊന്നും അവിടെ പ്രശ്നമല്ല. ഇത് ഓതുന്നത് മയ്യിത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അന്നഹു ലൈസ മിൻ അമലിഹിം, അവിടെ ജനങ്ങൾ ഓതുന്ന അമല് മയ്യിത്തിന്റേതല്ല, വലാ കസ്ബിഹിം, മയ്യിത്തിന്റെ അധ്വാനമല്ല. വലിഹാദാ ലം യൻദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് നബിയുടെ ജീവിത ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇതിന് തെളിവാകുന്ന ഒരു രേഖയും ഇല്ല. ഉമ്മതഹു വലാ ഹസ്സഹും അലൈഹി, തന്റെ ഉമ്മത്തിനോട് ഒരിക്കലും അതിന് പ്രേരിപ്പിച്ചിട്ടുമില്ല. വലാ അർശദഹും ഇലൈഹി ബിനസ്സി വലാ ഈമാൻ, ഒരു സൂചന, ഒരു വാചകം അതുപോലും ഉണ്ടായിട്ടില്ല. അപ്പൊ ഷാഫി ഇമാമിന്റെ കിതാബ് പഠിക്കുന്ന ആൾക്കാരാണോ, അവരവിടെ പോയി ഇരുന്ന് മൗനമായി ദിക്റുകളും പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലും. മയ്യിത്തിന് ഇരുന്ന് വേണ്ടി മരിച്ചു എന്ന് കേൾക്കുമ്പോൾ മാത്രം പോയി ഇരുന്ന് ഓതിക്കൊടുത്ത് ഹദിയ ചെയ്യുന്ന സമ്പ്രദായം അവിടെ കാണൂല. അതുകൊണ്ടാണ് നമ്മളും അത് ചെയ്യാത്തത്. എന്താ പ്രശ്നം? മയ്യിത്തങ്ങ് എടുത്ത് ചുമന്ന് കൊണ്ടുപോകുമ്പോ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കുഴപ്പമുണ്ടോ? അഫ്ളലുൽ അല്ലേ, നമ്മളെന്താ പറയാ, ഏറ്റവും ശ്രേഷ്ഠമായ കലിമത്താണ്, അഫ്ളലു ദിക്റാണ്. അമ്പിയാക്കന്മാര് പഠിപ്പിച്ച ശ്രേഷ്ഠമായ വാക്കാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കരുതിയിട്ട് അതൊരു ജനാസ എടുത്തു കൊണ്ടുപോകുമ്പോ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ? ഉണ്ടെങ്കിൽ കിതാബുകളിൽ നമ്മൾ അത് കാണും. ചില കാര്യങ്ങൾ അങ്ങനെയല്ലോ. സ്വഹാബത്തിന്റെ ഇടയിൽ ഒരിക്കൽ ഒരാൾ തുമ്മിയ വ്യക്തി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് പറഞ്ഞപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ പറയുന്നത്? ഞാൻ ഹംദും ഒരു സ്വലാത്തും കൊണ്ട് ചൊല്ലിയതാണ്. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു തിരിച്ചു ചോദിക്കാൻ, നബി തങ്ങൾ ഇങ്ങനെയല്ലല്ലോ പഠിപ്പിച്ചത്, അൽഹംദുലില്ലയല്ലേ അത് മതി. സ്വലാത്തിന് കുഴപ്പമുണ്ടോ? അവിടെ സ്വലാത്തില്ല, അവിടെയാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഒരു ചെറിയ കാര്യത്തിലും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യത്തിലും അത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വഹാബത്തൊക്കെ പഠിപ്പിക്കുന്നത്, ഇമാം നബവി, ഷാഫിഈ ഇമാമിലെ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി അവിടുത്തെ അൽ-അദ്കാറിന്റെ 145ാമത്തെ പേജിൽ പറയാ, വഇലം അന്ന സ്വവാബൽ മുഖ്താർ, ഏറ്റവും ശരിയാം അറിയുകയാണെങ്കിൽ മാകാന അലൈഹി സലഫു, സലഫുകളായവർ, സലഫ് എന്ന് പറഞ്ഞപ്പോൾ ഈ കാണുന്ന സലഫുകളല്ല, നമ്മുടെ മുൻഗാമികളായ ആലി മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കും മേലെ അവിടുന്ന് സ്വഹാബത്ത്, താബിഈങ്ങള്, അവരൊക്കെ സലഫുകളായവർ മിനസ്സുകൂതി, മയ്യിത്ത് കൊണ്ടുപോകുമ്പോ മൗനമായി കൊണ്ടുപോകും. നമ്മളൊക്കെ ഹറമിൽ പോയിട്ടുണ്ടാവും, ഒരു നിസ്കാരം കഴിഞ്ഞാൽ 10ഉം 20ഉം ജനാസ അങ്ങനെ കൊണ്ടുപോകണം. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ മഹത്ത് അറിയില്ലേ? സൗദിയിലും മക്കൾക്കൊന്നും അറിയില്ലേ? വേഗത്തിൽ ആ വാഹനത്തിൽ കയറ്റിയിട്ട് ബന്ധുക്കളെയും കൊണ്ടൊരു പോക്ക് പോകും. അവിടെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് മറവ് ചെയ്യാനുള്ള കാര്യങ്ങൾ സ്പീഡാക്കും. എന്നിട്ട് അവിടുന്ന് ദിക്റുകളും പ്രാർത്ഥനകളും തസ്ബീത്തും ഒക്കെ അവർ കൃത്യമായിട്ട് ചെയ്യും. ദിക്റില്ലാത്തതുകൊണ്ടല്ല, ഉള്ളത് പോലെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അവിടുന്ന് പറയാണ്, സലഫുകൾ സുകൂത്ത് കൊണ്ടുപോകുമ്പോ മൗനമായി, മരണചിന്തകളോടെയാ കൊണ്ടുപോയിരുന്നത്. ഫി ഹാലി സൈരി മഅൽ ജനാസ, ജനാസന്റെ കൂടെ പോകുമ്പോ നിശബ്ദമായി കൊണ്ടുപോകലാണ് ഏറ്റവും ശരി എന്ന് മുജാഹിദുകളല്ല, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ-അദ്കാറിന്റെ 145ാമത്തെ പേജ്. അത് പാലിക്കണോല് നമ്മളാണ്. അതുകൊണ്ട് നമ്മൾ പഴച്ചോലും മുത്തവാദികളൊക്കെ മുദ്ര കുത്തപ്പെടുകയാണ്. തൽക്കാലം ഞങ്ങൾ അങ്ങ് ക്ഷമിച്ചു. ഇനി കൊണ്ടുപോയ കബറുകൾ പലയിടത്തും സാധാരണക്കാരെ കബർ ഒരു വേറെ ലെവല്, വലിയ വലിയ ആൾക്കാരെ കബർ ഒരു വേറെ ലെവൽ. ഇപ്പൊ ചിലയിടത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സാധാരണ എല്ലായിടത്തും ഒരു കല്ലാണെങ്കിൽ ഇവിടെ വലിയൊരു പേരൊക്കെ എഴുതി ഒട്ടിക്കുന്ന ഒരു കബർ. ഇവിടെ ഈ പ്രദേശത്തുണ്ടോന്ന് അറിയില്ല. കുറച്ച് ആകുമ്പോൾ ഒരു പ്രത്യേക ദർജ. ചില സ്ഥലങ്ങളിൽ മഹാന്മാരുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് കബർ കെട്ടിപ്പൊക്കി ഉയർത്തുകയാണ്. ബദറിൽ പോയിട്ടുണ്ടാവും നമ്മളൊക്കെ. ബദർ ശുഹദാക്കന്മാരുടെ കബർ എത്ര ചാണാ പൊക്കിയിട്ടുള്ളത്, അതിനേക്കാൾ വലിയ ശുഹദാക്കന്മാരുണ്ടോ? ഉഹദിൽ പോയവരാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹും അജ്മഈൻ, മഹാശുഹദാക്കന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ ശുഹദാക്കന്മാരുടെ ഖബർ നേർക്കുനേരെ കണ്ടവരാണ്. എത്രയാണ് അത് ഉയർത്തി? ഒരു ചാക്ക് സിമന്റ് തേച്ചിണോ? പിന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒരു പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്, ഊരും പേരും അറിയാത്ത മക്ബറ. മരിച്ചു കിടക്കണേലും മനുഷ്യന്മാര് ഫുള്ളുണ്ടോന്ന് തന്നെ അറിയില്ല. മുട്ടുന്തല ഔലിയ കാഞ്ഞങ്ങാട്
മുട്ടും തല, ഒരു കാലും ഒരു മുട്ടും മാത്രം, ഒരു കാൽമുട്ടും ഒരു തലന്റെ കഷ്ണം കിട്ടിയിട്ടുണ്ട്. മറവ് ചെയ്തു പേരിട്ടു മുട്ടും തല ഔലിയ റളിയല്ലാഹു. കൊല്ലം ജില്ലയിൽ ചെന്ന് നോക്ക്, ഓച്ചിറയിൽ ചെന്ന് നോക്ക്, ഇന്നുണ്ട്. ഓച്ചിറയിലെ കുപ്പസ്വാമി എന്നറിയപ്പെടുന്ന മനുഷ്യൻ ഇന്ന് അറിയപ്പെടുന്നത് ഓച്ചിറ ഉപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഔലിയാക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കണ്ണൂർ ജില്ലയിൽ ഞാൻ ഖുതുബക്ക് പോകുന്നതിന്റെ പരിസരത്ത് ജാറമുണ്ട്. 3 പെറ്റുമ്മയുടെ ജാറമാണ്. എന്താ കറാമത്ത്? 3 പ്രസവിച്ചു. ഇവിടെ 12 പ്രസവിച്ച ആൾക്കാരുണ്ട്. ഇവിടെ ഇതിനൊക്കെ ജാറുണ്ടാക്കാൻ നിന്നാൽ ഈ നാട്ടിലത്തെ അവസ്ഥ എന്തായിരിക്കും? 3 പെറ്റുമ്മയുടെ ജാറാണ്. അവിടെ എന്താ പണി? അവിടെ പോയിട്ട് തൊട്ടിൽ കിട്ടുക. എന്താ കുട്ടിനെ കിട്ടാൻ? പ്രസവിച്ചോല് ചില അവിടെ കൊണ്ടുപോകും. അവിടെ കുട്ടിക്ക് വർക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് അവിടെ പോകും. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ? ഖബർ കെട്ടിപ്പൊക്കുന്നതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ലോകത്തെ നബിതങ്ങളുടെ വാക്ക്, ഈ വാക്യ അഭിപ്രായമൊക്കെ വിട്ടോളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി ജാബിർ റളിയല്ലാഹു പറയാണ്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി നിരോധിച്ചു അയ്യുജസ്സൽ ഖബറ, ഖബറുകൾ കുമ്മായമിടുന്നത്, വഅയ്യുഖഅദ അലൈഹി, ഖബറിന്മേൽ ഇരിക്കുന്നത്, വഅയ്യുബ്ന അലൈഹി, ഖബറിന്മേൽ എടുപ്പുണ്ടാക്കുന്നത്. ഉയർത്തിയതും പോരാ, അവസാനം അത് നിലനിന്ന് പോണെങ്കിൽ വരുമാനം വേണ്ടേ? ഒരു പെട്ടി കൊണ്ടുപോയി സയാമീസ് ഇരട്ടകളെ പോലെ എവിടെ ജാറമുണ്ടോ അവിടെ പെട്ടി ഉണ്ടാവും, എവിടെ പെട്ടിയുണ്ടോ അവിടെ ജാറുണ്ടാവും. എന്നിട്ട് വരുമാനം. ഖബറിന് മരിച്ചോൾക്ക് എന്തിനാ പൈസ? ഇവിടെ ജീവിച്ചിരിക്കുന്ന എത്ര മനുഷ്യന്മാരെ വീടില്ലാത്തവർ, രോഗികൾ, കിടപ്പിലായവർ, എന്തൊക്കെ ദുരിതാനുഭവം അവർക്ക് കൊടുത്തോളി. മരിച്ചോൾക്ക് ഇനി പൈസന്റെ. ഇവിടെ എല്ലാം കച്ചവടമാണ്. മരിച്ചാൽ കച്ചവടമാണ്. സ്വലാത്ത് നഗറുകൾ കച്ചവടമാണ്. അല്ലെ, രാവിലെയും വൈകുന്നേരം ഓൺലൈൻ ചാനലുകളിലൂടെ വിൽപ്പന കച്ചവടം. ദീന് വിറ്റുകൊണ്ടിരിക്കുക, മുടി വിറ്റുകൊണ്ടിരിക്കുന്ന ആളുകൾ. വെറും ഒരു ദശമൂലാരിഷ്ടം 4444 ഉറുപ്പ്യക്ക് ലേലം ചെയ്ത മുസ്ലിങ്ങൾ. ഒരു ദശമൂല വെറും 150 രൂപ വരുന്ന തേൻ കുപ്പി 333 ഉറുപ്പ്യക്ക് ലേലം ചെയ്തവർ. ഒരു ആപ്പിൾ 111 രൂപക്ക് ലേലം ചെയ്തവർ. നമ്മളെ കേരളത്തിലെ വീഡിയോസിൽ കാണുന്നത്. ജനങ്ങൾ അങ്ങനെ തിന്ന് കൊഴുക്ക. മരിച്ചാലും തീറ്റ, ആണ്ടിനും തീറ്റ. എന്നിട്ട് 3, 15 അല്ലെ മാരിക്കോളം തിരിഞ്ഞു നോക്കാത്തവർ വന്ന് ഗംഭീരമായി തിന്ന് പിരിഞ്ഞു പോവാണ്. ആണ്ടുകളുടെ പേര്. രോഗികളായപ്പോ നോക്കാനില്ലാത്തവർ, ദിവസങ്ങളുള്ള ആശുപത്രി കടന്നപ്പോ തിരിഞ്ഞു നോക്കാത്തവർ, അവരുണ്ടാകും അവിടെ നിയന്ത്രിക്കാൻ. നല്ല പോത്തിന് പാലിശക്ക് പണം പേടിച്ച് വരെ പോത്തിനിറക്കുന്ന ആൾക്കാർ നാണക്കേട് മാറാൻ വേണ്ടിയിട്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചത് എന്താ? നബി തങ്ങൾ പറഞ്ഞു, ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മരണം കഴിഞ്ഞപ്പോ ഇസ്നഊ ലിആലി ജഅഫർ അത്ത്വാം, ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന് നിങ്ങൾ അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണേ. അവർക്ക് എന്തെങ്കിലും വേണ്ട സാധനം എടുത്ത് നമ്മളെല്ലാരും പാടെ അവിടെ പോയിരുന്നിട്ട് കുറച്ച് പ്രാർത്ഥന ദിക്റൊക്കെ ചെല്ലുന്നിട്ട് നിന്ന് പോരും. അവിടെ ഒരു യതീമായ കുട്ടിയുണ്ട്, അവിടെ ഒരു വിധവ കിടന്ന് കരയുന്നുണ്ട്. ഇതൊന്നും ചിന്തിക്കാത്തൊരു ഖൗമിന്റെ മുമ്പിൽ നമ്മൾ എന്ത് പറയാനാണ്? ഖബറുകൾ കെട്ടിപ്പൊക്കുക. അത് കഴിഞ്ഞ് ഖബറിന് കഴിഞ്ഞ് മറവ് ചെയ്യുന്ന സമയത്ത് ഒരു മുൽക്കോത്ത്, ഒരു യാസീനോത്ത്, എന്തൊക്കെയോ ഓതിക്കൊണ്ടിരിക്കുന്നു. തസ്ബീത്താണ്. ഒരു ഒട്ടകത്തിനെ അറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്യുന്നത് വരെ തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കാനാ പറഞ്ഞത്. അല്ലാഹുമ്മ സബ്ബിത് ഫീ എന്നുള്ള പ്രാർത്ഥനകൾ. അതിനൊന്നും കാര്യമില്ല, അതിനൊന്നും വലിയ പ്രസക്തി കൊടുക്കൂല. പിന്നെ മരിച്ച് ഫുൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉസ്താദ് ഇങ്ങോട്ട് വന്നിരുന്ന് ആ മയ്യത്തിന്റെ തലക്ക് പറഞ്ഞൊരു ഉപദേശം ഉണ്ട്. മോനെ, എന്താ ഉപദേശം എന്നറിയോ? കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഇനി എന്തായാലും മൂത്ത് കടിക്കൂലല്ലോ. അപ്പൊ ധൈര്യമായിട്ട് ഉപദേശം. ഒരു പരലോകം വരാനുണ്ട്, എല്ലാം നശിക്കും. എന്നിട്ട് അവിടെ വന്ന് നിന്റെ അടുത്ത് മലക്കാനി അസ്വദാനി 2 മലക്കുകൾ ഇപ്പൊ വരും. ഫയഖൂലാനി, അവർ നിന്നോട് ഇപ്പൊ വന്ന് ചോദിക്കും. മൻ റബ്ബുക്കാന്ന് ചോദിക്കും. അപ്പൊ എന്ത് പറയണം? അല്ലാഹു റബ്ബി. കോപ്പി അടിക്കാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു റബ്ബി എന്ന് പറയണത് യൂണിവേഴ്സിറ്റി പരീക്ഷ എന്നല്ലേ? ഇത് ഖബറിലെ ബർസഖിന്റെ ചോദ്യമാണ്. ജനങ്ങൾ എന്താ അതൊക്കെ കണ്ട് വിചാരിച്ചത്? തസ്ബീഹത്തിന് പകരം തൽഖീന്, മരിച്ച മയ്യത്തിന് ഇങ്ങനെ ഉത്തരം പറഞ്ഞു കൊടുക്കുക. അത് കേൾക്കോ? അതില്ലേ. ഞാൻ അവസാനിപ്പിക്കാം. സുദീർഘമായി സംസാരിക്കാൻ തൊണ്ട ചില പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. ചെറിയ സർജറി ഒക്കെ കഴിഞ്ഞ് ആശ്വാസമായി വന്നുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, കോൺക്രീറ്റ് ചെയ്യണോ, ഞാൻ ടൈൽസ് ഇടണോ, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണോ, അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഇവിടെ മൈക്ക് വേണോ, ക്യാമറ വേണോ, ലൈറ്റ് വേണോ, അതൊക്കെ ദുനിയാവിന്റെ കാര്യമാണ്. ദീനിന്റെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലാവണം. ഒരു ദിക്റാവട്ടെ, ഒരു സ്വലാത്താവട്ടെ, എന്താവട്ടെ, നമ്മളത് ഉണ്ടാക്കുമ്പോ അത് ദീനിലുണ്ടോ? ദീനിലില്ലെങ്കിൽ 1400 കൊല്ലത്തിന്റെ പഴക്കമില്ലാത്ത ഒരു ദിക്റും നമുക്കിന്ന് ചൊല്ലല് പറ്റൂ.
1400 കൊല്ലം പഴക്കല്ലാത്തൊരു സ്വലാത്ത് നമ്മൾ ഇപ്പൊ ഒരു 300 കൊല്ലം 100 കൊല്ലം പഴക്കമുള്ള താജു സ്വലാത്ത് വന്നാൽ നമുക്ക് വേണ്ടാന്ന് പറയും. അത് ദീനിലില്ല. ഹാ ഹീ ഹൂ ഹാ ഹീ ഹൂ വന്നാൽ ആ ഹാ ഹീ ഹൂ ഞങ്ങൾക്ക് ഉണ്ടാവില്ല. അതെന്തല്ലാത്ത അത് 1400 കൊല്ലം മുമ്പ് നബിതങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. ഇത് എല്ലാ കാര്യത്തിലും പഠിക്കുക. പരലോകത്ത് മനുഷ്യന് ഉപകരിക്കുന്നത് ദുനിയാവിൽ ചെയ്ത അമലാണ്. ആ അമല് ചെയ്തിട്ട് നരകത്ത് പോകുന്നവരുണ്ട്. സ്വർഗ്ഗക്കാരെ പറ്റി പറഞ്ഞു. എന്നാ വേറെ ഒരു വിഭാഗമുണ്ട്, അധ്വാനിച്ചിട്ട് ക്ഷീണിച്ചിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. ദുനിയാവിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യും, ഇതൊക്കെ നല്ലതല്ലേ 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 എന്ന് വിചാരിച്ച് ചെയ്യുന്നവരാണ്. ദീനിലുണ്ടാവണം, ഇഖ്ലാസ് ഉണ്ടാവണം, ഇത്തിബാ ഉണ്ടാവണം. ഖബൂൽ ചെയ്ത് അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കാര്യം ചെയ്യേണ്ടത്. 3 നബിതങ്ങൾ പരലോകത്തെ പഠിപ്പിച്ചപ്പോൾ മക്കയിൽ പഠിപ്പിച്ച 3ാമത്തെ മെസ്സേജ് റിസാലത്താണ്. അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ റസൂലാണെന്നും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആ പ്രവാചകനെ അനുസരിച്ചും സ്നേഹിച്ചും ജീവിക്കേണ്ടവരാണെന്നും റഹ്മത്തുൽ ലിൽ ആലമീനാണ് എന്നും നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്നത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണെന്നും അവസാനത്തെ പ്രവാചകനാണ്, ഇനി ഒരു പ്രവാചകൻ വരാനില്ലെന്നും ഓർമ്മിക്കുന്ന റിസാലത്ത് പഠിപ്പിച്ചിട്ടാണ് പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഈ ജീവിതത്തെ ഏറെ ശരിയായി ഗൗരവത്തോടെ കണ്ട് തൗഹീദിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുക. പരലോകബോധത്തോടെ വിജയത്തിന് വേണ്ടി അധ്വാനിക്കാൻ, കർമ്മങ്ങളെ നന്നാക്കാൻ ശരിപ്പെടുത്തുക. പ്രവാചകരോടുള്ള നമ്മുടെ പൂർണ്ണമായ ബാധ്യതകൾ ഇത്തിബാ ചെയ്യാൻ, നബി വിലക്കിയതെല്ലാം വിലക്കാൻ, നബി കൽപ്പിച്ചതൊക്കെ പരമാവധി പാലിക്കാൻ. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. നബി കൊണ്ടുവന്ന നന്മകളൊക്കെ സ്വീകരിക്കണം, നബി വിലക്കിയതൊക്കെ വിലക്കാനും നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കുടുംബമായി ജീവിക്കുന്നവരാണ്. ഈ പറഞ്ഞ തത്വത്തിന്റെ അടിസ്ഥാനമായിരിക്കണം നമ്മുടെ കുടുംബത്തിന്റെ മാനദണ്ഡം. ഒരു ഭർത്താവാണോ ഭാര്യയാണോ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം മറക്കല്ലേ. യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തണം. അലി റളിയല്ലാഹു അൻഹു പറയാണ്, അതെന്താണെന്ന് ചോദിച്ചാൽ തഅല്ലമൂഹും വഅദ്ദിബൂഹും വഅല്ലിമൂഹും. അവർക്ക് ഇൽമ കൊടുക്കണം, അവർക്ക് നന്നായി അദബ് കൊടുക്കണം. കുടുംബത്തിൽ ഉണ്ടാകുന്ന മോശത്തരങ്ങൾ കണ്ടാൽ തടുക്കണം. അമറൂഹും ബിൽ മഅറൂഫി വനഹൂഹും അനിൽ മുൻകർ. അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, കുടുംബത്തിൽ നന്മ കൽപ്പിക്കണം, കുടുംബത്തിൽ തെറ്റ് കാണുമ്പോൾ തടുക്കണം. ഭർത്താവിന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കണം. മര്യാദയോടെ ഭാര്യയോട് പെരുമാറണം. അവർക്ക് ചെലവിന് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, അവരുടേതായ മാനസിക പൂർത്തീകരിച്ചു കൊടുക്കണം. ഏറ്റവും മികച്ച സ്വഭാവത്തിന്റെ ഉടമയായി ഭാര്യയുടെ മുമ്പിൽ വീട്ടിലായി മാറണം. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹി. നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ തന്റെ ഇണയോട്, കുടുംബക്കാരോട് മാന്യമായി പെരുമാറുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ ഉമ്മു സലമ ബീവി പറഞ്ഞല്ലോ, അബൂ സലമയെ പോലെ ഒരു ഭാര്യയെ, ഒരു ഭർത്താവിനെ ഇനി എനിക്ക് കിട്ടുമോ എന്ന് സങ്കടപ്പെട്ടിരുന്നു. നമ്മളൊക്കെ മരിച്ചാൽ നമ്മുടെ ഇണകൾ അങ്ങനെ പറയുമോ? ഈജിപ്തിലെ ഒരു ചാനലിൽ ഒരു അവതാരകൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അറബിയിൽ അദ്ദേഹം പറയാണ്, എൻ്റെ ഭാര്യ മരിച്ചിട്ട് 5 വർഷവും 6 മാസവും 2 ദിവസവും കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്. ചാനലുകാരൻ തിരിച്ചു ചോദിച്ചു, 5 കൊല്ലവും 6 മാസവും 2 ദിവസമൊക്കെ നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണോ? ആ ഭർത്താവ് പറഞ്ഞു, അല്ല, എൻ്റെ ഭാര്യ മരിച്ച് ഇപ്പോഴത്തേക്ക് എത്ര മണിക്കൂറുകൾ, എത്ര മിനിറ്റുകൾ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അത്രമാത്രം എൻ്റെ മനസ്സിനെ അവൾ സ്വാധീനിച്ചിട്ടുണ്ട്. നാളെ പരലോകത്ത് സ്വർഗത്തിലെ ഹൂറുലീങ്ങളുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് അവരേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എനിക്ക് എൻ്റെ ഭാര്യയെ കിട്ടിയാൽ മതി സ്വർഗത്തിൽ എന്ന് അദ്ദേഹം ചോദിക്കുന്ന ഒരു അഭിമുഖ സംസാരമുണ്ട്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നമ്മളൊന്ന് മനസ്സിരുത്തി നമ്മളെ കുറിച്ച് ചിന്തിക്കണം. തഖ്വല്ലാ, സ്വർഗത്തിലെത്താനുള്ള 1ാമത്തെ കാരണം തഖ്വയാണ്. 2ാമത്തെ കാരണം ഹുസ്നുൽ ഖുലുഖി, നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകണം. നമ്മുടെ മക്കളൊക്കെ നല്ലവരായ മക്കളായി മാറണോ? പ്രിയപ്പെട്ട വാപ്പാ, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് ചെയ്യണം. മക്കൾക്ക് ഇൽമു കൊടുക്കണം, അദബ് കൊടുക്കണം, നല്ല ക്ഷമയോടെ പെരുമാറണം, മുഖത്ത് നോക്കി സംസാരിക്കണം. തൊട്ട് തലോടിക്കൊണ്ട് ഈ പുതിയ ജനറേഷനിലെ മക്കൾ പിഴച്ചു പോകാതിരിക്കാൻ നമ്മൾ സ്ക്രീനിന്റെ അപ്പുറത്തേക്ക് അവരെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, സന്തോഷത്തിന്റെ നിമിഷങ്ങൾ കൊടുക്കാൻ ഉമ്മയും ഉപ്പയും നല്ല ചില മാറ്റങ്ങൾ വീട്ടിനകത്തുണ്ടാക്കേണ്ടതുണ്ട്. നീ ഒരു ഭാര്യയാണോ? ഭർത്താവിന്റെ കാര്യം ശരിപ്പെടുത്തണം. ദുനിയാവിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോ, ഇവിടെ നിന്ന് അവസാനിപ്പിച്ചു പോകുമ്പോ, അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന. ഒരു പെണ്ണ് ഇവിടുന്ന് മരിച്ചു പോകുമ്പോ ഭർത്താവ് തൃപ്തിപ്പെട്ടുകൊണ്ട് മരിച്ചു പോയാൽ അവൾക്ക് സ്വർഗമാണ്. സ്വഹാബത്തിനോട് നബി തങ്ങൾ വനിതകളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവിനോട് എങ്ങനെയാണ്
പെരുമാറുന്നത്. അവർ പറഞ്ഞ മറുപടി ഞങ്ങൾ കഴിയുന്ന പോലെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. നബി കൊടുത്ത മറുപടി ഉണ്ട്, നല്ലോണം ശ്രദ്ധിക്കണേ ഭർത്താവിന്റെ കാര്യം. നിന്റെ സ്വർഗം നിന്റെ ഭർത്താവാണ്, നിന്റെ നരകം നിന്റെ ഭർത്താവാണ്. നല്ലപോലെ നിന്ന സ്വർഗം കിട്ടാൻ ഭർത്താവ് മതി, നരകം കിട്ടാൻ ആ മനുഷ്യനോടുള്ള നിന്റെ ധിക്കാരം മതിയാകും. നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമായിരിക്കും, പക്ഷേ സ്വർഗം കിട്ടണമെങ്കിൽ ഭർത്താവിനെ പൊരുത്തം മേടിക്കണം. പിണങ്ങി നിൽക്കുന്ന ദാമ്പത്യങ്ങൾ, തമ്മിൽ മനസ്സിലാക്കാത്ത ബന്ധങ്ങൾ, സൈലന്റ് ഡിവോഴ്സുകൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സൈലന്റ് ഡിവോഴ്സ്? ഭാര്യ ഭർത്താവ് ഒരുമിച്ച് താമസിക്കുന്നുണ്ട്, മുണ്ടൂല, ഒരുമിച്ച് യാത്ര പോകൂല, എന്താ വിശേഷങ്ങൾ ചോദിക്കൂല, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും, വേണ്ടിട്ട് പോകും, പരസ്പരം മിണ്ടാതെ കഴിഞ്ഞു പോകുന്ന സൈലന്റ് ഡിവോഴ്സ് 36% കണക്കുകൾ രേഖപ്പെടുത്തിയ പുതിയൊരു സർവേ വായിക്കുന്നത്. ഇന്ന് ആലോചിക്കണം, നമ്മളൊക്കെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി ചോദ്യമുണ്ടാകും. മക്കളുടെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യത്തിൽ, കുടുംബത്തിന്റെ കാര്യത്തിൽ. കുടുംബക്കാരോടുള്ള ബന്ധം ചേർക്കണം, കുടുംബ ബന്ധങ്ങൾ പവിത്രമായി പരിശുദ്ധമായി കൊണ്ടു നടക്കണം. വിവാഹ ജീവിതമാണ് കുടുംബത്തിന്റെ തുടക്കം. വിവാഹം തല്ലിപ്പൊളികളാകരുത്, വിവാഹം പടക്കം പൊട്ടിച്ചാകരുത്, ഗാനമേള കൊണ്ട് ഡീജകൾ കൊണ്ടാവരുത്, എവിടെയോ കണ്ടിരിക്കുന്ന പാശ്ചാത്യന്റെ സംസ്കാരങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ മുസ്ലിം കല്യാണങ്ങളെ താറുമാറാക്കരുത്. ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കല്യാണങ്ങൾ ഷർറിൻ്റെതായ വേദികളാക്കി മാറ്റരുത്. ഇസ്ലാമിലെ ഏറ്റവും സുന്നത്തായി പഠിപ്പിച്ച വിവാഹവുമായി ബന്ധപ്പെട്ട് ലളിതമായ കല്യാണങ്ങളാവട്ടെ, ധൂർത്തിന്റെ പൊങ്ങച്ചത്തിൻ്റെതായ അവസ്ഥകൾ ഉണ്ടാക്കരുത്. മക്കളെ വിവാഹവുമായി ബന്ധപ്പെട്ട ജീവിതം പഠിപ്പിക്കാൻ പ്രീ മരീറ്റൽ കൗൺസിലിംഗ് പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക. കുടുംബസമേതം ദീന് പഠിക്കാൻ ഉപകരിക്കുന്ന സദസ്സുകൾ കൊണ്ടുവരിക. മക്കളെ, വാപ്പാനെ ഉമ്മാനെ വേദനിപ്പിക്കല്ലേ, പ്രയാസപ്പെടുത്തല്ലേ, അവരോട് ക്ഷമ ചോദിക്കാൻ മറക്കല്ലേ. അവരുടെ കാര്യങ്ങൾ പരിഗണിക്കാതെ പോയാൽ വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്ന മഹത്തരമായ സന്ദേശം മറക്കരുത്. അവർ മരിച്ചാൽ അവരുടെ കബറിങ്ങൾ പോയി കരയുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്തൊന്ന് സ്നേഹം കൊടുക്കാൻ, ആവശ്യങ്ങൾ കണ്ടറിയാൻ, ഒരു മരുന്ന് മേടിച്ചു കൊടുക്കാൻ, ഒരു ചെരുപ്പ് മേടിച്ചു കൊടുക്കാൻ, ഒരു ചെറിയ തല തോർത്തുണ്ട് മേടിച്ചു കൊടുക്കാൻ മടി കാണിക്കേണ്ടതില്ല. അവർക്ക് വേണ്ടി പുണ്യം ചെയ്യുന്നതിന് പകരമായി കൊണ്ട് ഒരിക്കലും ദോഷം ചെയ്യരുത്. വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. എന്തൊരു കൽപ്പന! കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം. നമ്മുടെ ഉമ്മയും ഉപ്പയും ഭാര്യയും കുടുംബവും മക്കളെല്ലാവരും സ്വർഗത്തിലെത്താൻ മോഹിക്കുന്നുണ്ടെങ്കിൽ ദീന് പഠിക്കണേ, ഖുർആൻ പഠിക്കണേ. ഈ പരിസരത്ത് നടക്കുന്ന ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട പല സദസ്സുകൾ, വിശുദ്ധ ഖുർആനിന്റെ പഠന ക്ലാസ്സുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ക്ലാസ്സുകളിലേക്ക് സമയം അറിഞ്ഞുകൊണ്ട്, നമ്മുടെ ഷെഡ്യൂളുകൾ മാറ്റി വെച്ചുകൊണ്ട് ആ ഗ്രന്ഥം തുറന്ന് പഠിക്കാൻ ഒരിക്കലും നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. ഈ മലപ്പുറം ജില്ലയിൽ ഒരു പരിസരത്ത് ഒരു ക്ലാസ്സിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ അവരോടൊരു ഫീഡ്ബാക്ക് ചോദിക്കുകയാണ്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അവരൊരു പേപ്പറിൽ എഴുതി തന്നു. ഈ ക്ലാസ്സിന് വരുന്നതിന് മുമ്പ്, ചെയ്യുന്നതിന്റെ മുമ്പ് ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ ആകെ അസ്വാരസ്യങ്ങളായിരുന്നു. കരഞ്ഞുകൊണ്ട് തലയിണകൾ നനയുന്ന ദിവസങ്ങളായിരുന്നു. ഈ ക്ലാസ്സിൽ വന്നിരുന്ന് ദീന് പഠിച്ചപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ ക്ലാസ്സിലേക്ക് ക്ഷണിച്ചു, പതിയെ ഞാൻ എൻ്റെ മക്കളെ ക്ലാസ്സിലേക്ക് ക്ഷണിച്ചു. 1 വർഷം ഈ ക്ലാസ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ, ദീന് കിട്ടിയപ്പോൾ, ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ സന്തോഷത്തിന്റെ ചിരികൾ വിടരാൻ തുടങ്ങി. നമ്മൾ കുറെ പ്രശ്നം കണ്ട് കാര്യമില്ലല്ലോ, ഒരു സൊല്യൂഷൻ കൊടുക്കണ്ടേ? വിശുദ്ധ ഖുർആൻ നമുക്ക് പരിഹാരം തരും. നമ്മൾ ഒരുമിച്ചിരുന്ന് കേൾക്കേണ്ട പ്രാർത്ഥനകളും ദിക്റുകളും പഠിക്കാൻ, ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഏറ്റവും നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് നമ്മളെ നടത്തുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ പഠിക്കാൻ ഒരുപാട് വഴികളുണ്ട്. ഓൺലൈനിൽ അന്നൂർ എന്ന ഓൺലൈൻ കോഴ്സ് പീസ് റേഡിയോ നൽകിയിട്ടുണ്ട്. മക്കൾക്ക് പഠിക്കാൻ CRE ഉണ്ട്. മടി കാണാതെ, ഒരിക്കലും പിന്തിരിപ്പിക്കാതെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ ദീനിന്റെ വിജ്ഞാന സദസ്സിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ ഉമ്മമാരെ ഇനി ഒരു മെസ്സേജ് വരേണ്ടതില്ല. ഇനി നമ്മൾ തടസ്സം നിന്നാൽ ഭാവിയിൽ നമ്മുടെ മക്കളെയും കൊണ്ട് ഡി അഡിക്ഷൻ സെന്ററിലും കൗൺസിലിംഗ് സെന്ററിലും നമ്മൾ ഓടേണ്ടി വരും. ഈ ഒരു 4-5 മാസത്തിനുള്ളിൽ അത്തരത്തിൽ ഒരുപാട് മക്കളെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കേണ്ടി വന്നതിന്റെ വേദനയോടെയാണ് പറയുന്നത്. നമ്മുടെ മക്കൾക്ക് യഥാർത്ഥ തർബിയത്ത് ഒരാഴ്ചയിൽ ഒരു ജുമാ, മലയാളത്തിൽ തിരിയുന്ന ഒരു ജുമാ, കുട്ടികളുടെ കൃത്യമായ നമസ്കാരം, അവരുടെ CRE സംവിധാനങ്ങൾ, അത് പ്രോത്സാഹിപ്പിക്കപ്പെടാതെ പോയാൽ പിന്നെ അവർക്ക് ലഭിക്കുന്നത് വെറും റീൽസിലെ കുറേ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വീഡിയോകളും, ഇസ്ലാമികമായ വൈകല്യങ്ങളെ, ഇസ്ലാമികമായ കാര്യങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് പകരം ഏതെങ്കിലും വൈകല്യ സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്ന് മക്കളെ കേൾപ്പിക്കുന്ന പുതിയ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ നാളെ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ട് ഞാൻ മയ്യത്ത് നിസ്കരിക്കില്ല, എന്താ നിസ്കരിക്കാത്ത, നിസ്കാരമൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന മക്കളുണ്ടാകും. നിസ്കാരം തന്നെ വേണ്ട, ദീന് വേണ്ട, കല്യാണം വേണ്ട,
ഒന്നും ആവശ്യമില്ല. അവരവരുടേതായ ഇഷ്ടങ്ങൾ അല്ലെ, ഇണകളെ തിരഞ്ഞെടുക്കുന്നിടത്ത് വരെ ആണിന്റെ കൂടെയും പെണ്ണിന്റെ കൂടെയും ജീവിക്കുന്നതിനെ നോർമലൈസ് ചെയ്യുന്ന ചാനലുകളും മീഡിയകളും നടന്മാരും ഒക്കെയുള്ള അന്തക്കേടുകൾ ബാധിച്ച ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ തലമുറയെ നശിപ്പിക്കാൻ നമ്മൾ ഒരാളും ശ്രമിക്കാതിരിക്കാൻ നമ്മുടെ മക്കൾക്ക് യഥാർത്ഥ തർബിയത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അത് കൃത്യമായി മുടങ്ങാതെ ലഭിക്കാനുള്ള മാർഗം നമ്മൾ ഉറപ്പുവരുത്തുക. വിശുദ്ധ ഖുർആനിന്റെ പഠന ക്ലാസ്സുകളിൽ എത്ര 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 പ്രതിസന്ധികൾ വന്നാലും ക്ഷമയോടെ അതിന്റെ ഭാഗത്തേക്ക് നമ്മൾ മുന്നോട്ട് വരാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. മഹാരഥന്മാരായ ഉലമാക്കന്മാർ പറയാ, ഖുർആൻ ഹുദൽ ലിന്നാസ്, മനുഷ്യന് സന്മാർഗമാണ്, ശിഫാഉൻ, ശിഫയാണ്. ഖുർആൻ നൽകുന്ന ശിഫ. പഠിച്ച സൂറത്തുകളുടെ അർത്ഥം വെച്ച് വായിച്ചു നോക്ക്. ഓതിയ സൂറത്തുകളുടെ അർത്ഥം ഒരു തവണ വായിച്ചു നോക്ക്. ഫാത്തിഹയുടെ അർത്ഥം, യാസീൻ സൂറത്തിന്റെ അർത്ഥം, അമ്മയത്തെ സാലു മുതലുള്ള ചെറിയ സൂറത്തുകളുടെ അർത്ഥം ഒരിക്കലെങ്കിലും വായിച്ചു നോക്ക്. നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ തിരുത്താൻ എത്ര പാപം ചെയ്താലും, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്. പാപങ്ങൾ ഒരുപാട് ചെയ്ത എന്റെ അടിമകളോട് പറയൂ നബിയേ, അല്ലാഹുവിന്റെ കാരുണ്യം വിശാലമാണ്, നിങ്ങൾ ഒരിക്കലും നിരാശരാകല്ലേ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, അല്ലാഹ് എല്ലാം പുറത്തു തരുന്നവനാണ്. കേൾക്കുമ്പോൾ ഒരു ആസ്വാദനത്തിൽ നബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, എന്റെ അടിമകളോട് പറയൂ നബിയെ, ഞാൻ പാപം പൊറുക്കുന്നവനാണ്, ഞാൻ കാരുണ്യവാനാണ്. ആകാശം മുട്ടുവോളം പാപം ചെയ്താലും, ഭൂമി പരക്കെ പാപം ചെയ്താലും ശിർക്ക് ചെയ്യാത്ത മനുഷ്യന് പാപം പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഞാൻ ഒരു ദിവസം 100 തവണ ഇസ്തിഗ്ഫാർ നടത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യരെ, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരാൻ അള്ളാഹിന്റെ ഖുർആൻ പരിഹാരമാണ്. ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, വെളിച്ചമാണ്, സത്യാസത്യം പഠിപ്പിച്ചു തരികയാണ്. എല്ലാ അവ്യക്തതകളെയും നീക്കിത്തരുന്ന നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. ഖുർആൻ വിലക്കിയതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിച്ചോ പലിശക്കാരാ. എന്തെങ്കിലും മുടന്ത് ന്യായം നിന്റെ കയ്യിലുണ്ടോ? നിർത്തിവെച്ചോ, നാശമാണ് വരാനിരിക്കുന്നത്. വ്യഭിചാരത്തിന്റെ, അവിഹിതത്തിന്റെ വല്ലതും കയ്യിലുണ്ടോ? ഖുർആൻ സിന എന്നാണ് അതിനെ ഫവാഹിഷ് എന്നാ പഠിപ്പിച്ചത്, ഒഴിവാക്കി വെച്ചോ. കച്ചവടക്കാരാ, സിഗരറ്റ് വിൽക്കുന്നുണ്ടോ? നീ ഹറാമായ പണമാണ് സമ്പാദിക്കുന്നത്. ലഹരി മുഴുവൻ ഹറാമാണ്. നിന്റെ കച്ചവടം നിനക്ക് ഹലാലായില്ലെങ്കിൽ നിന്റെ മക്കൾക്ക് തിന്നാൻ കൊടുത്തത് ഹലാലായി മാറില്ല. വഔഫുൽ കൈല വൽ മീസാൻ, കച്ചവടക്കാരാ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതെ പൂർത്തിയാക്കി കൊടുത്തോ. ഏതെല്ലാം മേഖലകളിലാണ് മോഷണം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ശ്രദ്ധിച്ചോ, അപകടകരമായ വാഗ്ദാനങ്ങളാണ്. അതിന് പറഞ്ഞിരിക്കുന്ന ശക്തമായ ശിക്ഷകളാണ്. എന്ത് കാര്യമെടുത്തോ ഇസ്ലാം പഠിപ്പിച്ച് വിലക്കിയ, ഏത് ഹംറാവട്ടെ, മൈസിറാവട്ടെ, ചൂതാട്ടം, ലോട്ടറി സംസ്കാരങ്ങൾ, മദ്യത്തിൻ്റെതായ വിവിധങ്ങളായ ഒഴുക്കുകളൊക്കെ ഉണ്ടാകുമ്പോ ഫജ്തനിബൂഹു, നിങ്ങൾ അത് പാടെ ഉപേക്ഷിച്ചോളൂ. സമാധാനം കിട്ടും, ആശ്വാസം കിട്ടും. നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മളൊരു തോണിയിൽ ഇങ്ങനെ പോവാണ്. ആ തോണിയിൽ ഒരാൾ മതി ആ തോണി മറിച്ചിടാൻ. ഒരു ഭാര്യ മോശമായാൽ, ഒരു ഭർത്താവ് മോശമായാൽ, ഒരു മകണ്ടായാൽ മതി നശിക്കാനുള്ള വലിയ. കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ മതിയാകും എല്ലാ ദിവസവും ഇരുന്ന് കരയാൻ. വീട്ടിലെ ഒരാളുടെ കാരണങ്ങൾ കൊണ്ട് കുടുംബം കണ്ണീരിലാകുന്ന എത്ര പേരുണ്ട്. അതുകൊണ്ട് ഇതുപോലെ നിരവധി വിജ്ഞാന സദസ്സുകളും ഉത്ബോധനങ്ങളും അയൽക്കൂട്ടങ്ങളും അടക്കമുള്ളത് നിരന്തരമായി നമ്മുടെ വീടിനകത്ത് കേൾക്കാൻ കഴിയുന്ന അവസരങ്ങൾ പീസ് റേഡിയോയും ജമീലാപ്പും നേർപ്പദം വാരികയും ഒക്കെ ദീനാണ് നമുക്ക് നൽകുന്നത്. ശരിയായ നിലപാടുകൾ പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒത്തൊരുമയോടെ, സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാടിന്റെ പൾസുകൾ മനസ്സിലാക്കിയിട്ട് നല്ല മികച്ച രൂപത്തിലുള്ള സംഘടനാ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ നമുക്കെല്ലാം സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഈ ഒരു പ്രവർത്തനത്തിന്, ഈ ഒരു വിജ്ഞാന സദസ്സിന് ഇവിടെ വേദി നൽകിയവരും സദസ്സ് നൽകിയവരും ഇതുപോലെ തന്നെ സാഹചര്യങ്ങൾ ഒരുക്കി തന്നവർക്ക് എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ ഒരുപാട് പേർ ഇവിടെ എത്തിപ്പെടാൻ പ്രയാസപ്പെട്ടവരുണ്ട്. അവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ഈ സദസ്സിൽ തന്നെ പലരും പേഴ്സണലായി ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട്. അള്ളാഹു അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം അള്ളാഹുവേ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ഫലസ്തീനിന്റെ തെരുവോരങ്ങളിൽ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, പേടിയോടെ കഴിയുന്ന പ്രിയപ്പെട്ട മക്കളുടെ ആ പിടക്കുന്ന വേദനകൾ കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. നാഥാ റഹ്മാനെ റബ്ബേ, നീ അവർക്ക് സമാധാനത്തിന്റെ ഒരു സന്ദേശം, ഒരു ജീവിതം, സന്തോഷകരമായ ഒരു ജീവിതം നീ അവർക്ക് വേഗത്തിൽ